മുടിയെ സ്നേഹിക്കാത്തവർ ആരായാലും ഉള്ളത്. നമ്മൾ പെൺകുട്ടികൾക്കാണെങ്കിൽ മുട്ടിന് താഴെ നല്ല ഇടതൂർന്ന മുടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. അതുപോലെ ആൺകുട്ടികൾക്കാണെന്നെങ്കിലും താടി, മീശ, മുടി ഇതൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും. ആരും കഷണ്ടി ആകണമെന്ന് ചിന്തിക്കത്തേ ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് മുമ്പിലേക്കാണ് നമ്മുടെ ജിയോ മച്ചാൻ ഒരു പുതിയ ഹെയർ ഓയിൽ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് അതിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമ്മളിപ്പോ ഉള്ളത് മൈസൂരാണ്. എന്റെ കൂടെ നിൽക്കണ ഈ ചേച്ചിയുടെ മുടിയൊന്ന് നോക്കിയാൽ നിങ്ങൾ, ഇത് ആദിവാസി ഓയിലാണെന്നാണ് ഇതിന്റെ സീക്രട്ട്. അതായത് ഒരു മാജിക് ഓയിൽ. അത് മാത്രമല്ല, ഇപ്പൊ ഇത്ര നേരം നിങ്ങൾ ചേച്ചി എന്ന് ഞാൻ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ചേട്ടൻ. അയ്യോ, അതെ, ചേച്ചി ഇല്ലായിരുന്നു, ചേട്ടനായിരുന്നു. എന്റെ പൊന്നോ, വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ മച്ചൻ തകർത്തു കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോ ക്ലിപ്പും കൂടി കണ്ടുനോക്കാം. മുടി നോക്കി ഇവിടെ, അതായത് ആദിവാസി ഓയിൽ യൂസ് ചെയ്യുന്ന ചേച്ചിമാരുടെ മുടി നിങ്ങൾ നോക്കി, എന്തോരം നീളത്തിൽ എന്തോരം രസമായിട്ട് നിൽക്കുന്നതെന്ന് ചേട്ടൻ. ഇടതൂർന്ന മുടികളുമായി ചേച്ചിമാരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അപ്പം ഇത് എവിടത്തെ ഓയിലാണ്? നമ്മുടെ കേരളത്തിലെ ഓയിലൊന്നും അല്ല കേട്ടോ, കേരളത്തിലെ ആദിവാസികളൊന്നും അല്ല. അതങ്ങ് മൈസൂരാണ് മക്കളെ നടക്കുന്നത്. കഥ എവിടെയാണ്? അങ്ങ് മൈസൂരാണ്. നമ്മുടെ ജിയോ മച്ചാൻ നേരെ മൈസൂരിൽ ലാൻഡ് ചെയ്ത് അവരുടെ ആദിവാസി സങ്കേതത്തിലാണ് നിൽക്കുന്നത്. ഭാഗ്യവശാൽ അവരിൽ ഒരാൾക്ക് മലയാളം അറിയാം സുഹൃത്തുക്കളെ. അപ്പം അയാളാണ് ജിയോ മച്ചാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജിയോ മച്ചാൻ നമ്മളിലേക്ക് ഈ ഒരു അറിവ് പകർന്നു തരുന്നത്. കാരണം ആദിവാസി ഹെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി ഇങ്ങനെ പനങ്കല പോലെയായിരിക്കും വളരുന്നത്. അപ്പം അതിൽ ഒരുപാട് ഐറ്റംസ് ഇവര് ചേർക്കുന്നുണ്ട്. ഈ ഐറ്റംസ് ഒക്കെ അവർ ചേർക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമോ? കാട്ടിൽ നിന്നാണ്. അപ്പം ഇവർ നേരെ ഇനി നമ്മള് ജിയോ മച്ചാൻ നേരെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടൊക്കെയാണ്? കാട്ടിലേക്കാണ്. അപ്പൊ കാട്ടിലൂടെ പോയി കാട്ടിലേക്ക് പോകുന്ന വഴികൾ നമുക്കൊന്ന് കണ്ടു നോക്കാവേ. അകത്ത് 2-3 ആൾക്കാരുണ്ട്, ഓൾറെഡി അവർ പറിക്കുന്നുണ്ട്. നമ്മുടെ പച്ചമരുന്നുകൾ കാട്ടിന്ന് പറിക്കാനായിട്ട് വന്നേക്കാണ്. അപ്പൊ കണ്ടില്ലേ, കൊടും കാടാണ്. ആ കാട്ടിന്റെ നടുക്ക് നിന്നാണ് അയാൾ ഒരു കറ്റാർ വാഴപ്പോള പറിച്ചത്. ഈ കറ്റാർ വാഴ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള കറ്റാർ വാഴയൊന്നുമല്ല, അതാണ് കാട്ടു കറ്റാർ വാഴ. അതാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ജിയോ മച്ചാൻ അത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇനി അത് നടാൻ പറ്റില്ലല്ലോ. ഇത് കാടനാണ് തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു വലിപ്പത്തിൽ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് കാട്ടിൽ നിന്ന് എടുത്ത കറ്റാർ വാഴ ആയതുകൊണ്ട് അതങ്ങനെ കാട്ടു കറ്റാർ വാഴയായിപ്പോയി. പിന്നെ ഇതുകൂടി കാണിച്ചു തരാം. ഈ തിന്ന സാധനം കാട്ടിൽ കിട്ടുന്നൊന്നുമല്ല. നമ്മുടെയൊക്കെ നാട്ടില് പറമ്പിലൊക്കെ തന്നെ ഇതുണ്ടാവും. ഞങ്ങളുടെ നാട്ടിൽ ഇത് ഞൊട്ടാഞ്ഞൊടി എന്നൊക്കെയാണ് പറയുന്നത്. ഓരോ നാട്ടിലും ഓരോരോ പേരായിരിക്കും. അത് നമ്മൾ എടുത്തിട്ട് നമ്മൾ അത് ഇങ്ങനെ ആക്കി തിന്നും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിപ്പോ കാട്ടിൽ കിട്ടുന്ന അപൂർവ ഇനം പഴവർഗ്ഗമാണെന്നെങ്ങാനും ആണോ ഈ ജിയോ മച്ചാൻ വിചാരിച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല. അങ്ങനെ കാട്ടിക്കൂടി ഇവര് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ കാട് കണ്ടിട്ട് എനിക്കിങ്ങനെ കാടാണെന്ന് തോന്നുന്നില്ല. കാരണം എപ്പോഴും ആൾക്കാർ നടന്നു പോകുന്ന ഒരു പാത പോലെയാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും നമുക്കിത് കാടാണല്ലോ പറയുന്നത്. നമ്മുടെ ജിയോ മച്ചാനാണ്, നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. അപ്പൊ കാട്ടിക്കൂടി അവർ മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ നമ്മൾ കാണുന്ന എന്താണ്? അവർ കുറേ ചപ്പും ചവറുകളും പറിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതില് ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് കീഴാനെല്ലി, നീലി ആമിരി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ വഴി കാണിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉൾക്കാട്ടിൽ പോയപ്പോഴാണ് ഇത് അറിയത്തില്ല, അതിലും വലിയ ഭീകരമായ ഒരു സംഭവമാണ് കാണാൻ കഴിഞ്ഞത്. നമ്മുടെ ആദിവാസി കൂട്ടങ്ങളെല്ലാം കൂടി ജിയോ മച്ചാനെ അങ്ങ് പൊതിഞ്ഞു. സത്യം പറഞ്ഞത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എങ്ങനെ രക്ഷപ്പെടും? ഭാഷ അറിയില്ലല്ലോ. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അയാൾ അപ്പത്തേക്ക് വന്ന് ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ അവിടെ എന്താ നടക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ജിയോ മച്ചാൻ എന്നെ രക്ഷിച്ചു കേട്ടോ. അപ്പൊ എന്താണ് ഇത്? വളരെയധികം തലമുടിക്ക് ഗുണമേകുന്ന വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു ആദിവാസി ഹെയർ ഓയിലാണ്. ഇത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 3 ദിവസം കൊണ്ട് മുടി വളരാം, 3 മാസം കൊണ്ട് മുടി വളരാം, 6 മാസം കൊണ്ട് മുടി വളരാം. അതൊക്കെ വളരുന്നത് ചെറിയ തോതിലൊന്നുമല്ല, ഇങ്ങനെ പനങ്കൊല പോലെ വളരും. കാരണം എനിക്ക് തോന്നുന്നു ഇത് ഇവര് പറയുന്നത് തലമുറകളായിട്ട് ഇവർക്ക് കൈമാറി വന്നതാണെന്നാണ് ഇവര് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു പണ്ട് മുതലുള്ള രാജാക്കന്മാരടക്കം ഇത് യൂസ് ചെയ്ത് പിന്നെ ഇപ്പം ഈ 2024 വന്ന് എത്തി നിൽക്കുവാണ് ഈ ഒരു എണ്ണ. അപ്പൊ ഇത് വാങ്ങിയിട്ട് ഇങ്ങ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടി നല്ല പനങ്കൊല പോലെ അങ്ങ് വളരും.
അപ്പൊ എന്താണെങ്കിലും ജിയോ മച്ചാൻ എണ്ണ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയത്തില്ല, ഇനിയിപ്പോ 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ നമുക്കൊക്കെ ജിയോ മച്ചാനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് പോലും നമുക്കറിയില്ല. കാരണം മുടിയൊക്കെ അത്രയും മുടിയും താടിയൊക്കെ അങ്ങ് വളർന്നു, നമ്മൾ എങ്ങനെ തിരിച്ചറിയും ജിയോ മച്ചാനെ? ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലെത്തി ജിയോ മച്ചാൻ ഈ ആദിവാസി ഹെയർ ഓയിൽ പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്താണെങ്കിലും ജിയോ മച്ചാൻ ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ജിയോ മച്ചാൻ മാത്രമല്ല, വേറെ ഒരുപാട് യൂട്യൂബേഴ്സും ഈ ഒരു ഹെയർ ഓയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു രീതിയിൽ ആദിവാസി ഹെയർ ഓയിൽ പബ്ലിസിറ്റി കൊടുത്തത് എനിക്ക് തോന്നുന്നു ജിയോ മച്ചാൻ ആയിരിക്കും.